ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വന്ന് തൊഴാനും വന്ന് പൊങ്കാലയിടാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കൂടെ വന്ന് എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നു, അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഞങ്ങൾ ഈ ചിപ്പിയുടെ കൂടെയുള്ള ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ വരുന്നതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പോയി അമ്പലത്തിൽ തൊഴാനും പറ്റുമല്ലോ. ഇപ്രാവശ്യം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ വലിയ ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെയൊക്കെ മുഖം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പൊങ്കാലയ്ക്ക് കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ തവണയും അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും മനസ്സിൽ അത്രയും ആഗ്രഹത്തോടെയും പ്രാർത്ഥനയുടെ ഒക്കെ കൂടി ആവില്ലേ? തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ എല്ലാ പ്രാർത്ഥനയും നമുക്ക് വന്ന് അടുത്ത പ്രാവശ്യം വിടാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ വർഷം വരാൻ പറ്റുന്നു. അതിനെ എനിക്ക് മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമല്ല. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന സ്ത്രീകളും അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതന്നെ ആ ദേവിയുടെ ശക്തി എല്ലാവരും അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. ശരി. അപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മോടിപ്പോൾ സംസാരിച്ചത് മലയാള സിനിമയുടെ ഒരു കാലത്തെ ഏറ്റവും സുന്ദരമായ നായിക മുഖങ്ങളിലൊന്നാണ് ജലജയായിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നത്. പൊങ്കാലയുടെ ഓർമ്മകളും 11-18 വർഷത്തെ പൊങ്കാലയുടെ ഓർമ്മകളൊക്കെയാണ് നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇന്ന് നമ്മോടൊപ്പം ഒരുപാട് താരങ്ങൾ ഇവിടെ ഉണ്ട്. സീരിയൽ രംഗത്തെ ആയാലും സിനിമാ രംഗത്തെ ആയാലും ഒരുപാട് താരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരെല്ലാം അവരുടെ മുന്നൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊങ്കാലക്കലങ്ങളൊക്കെ തയ്യാറാക്കി പൊങ്കാല ഇടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദേവിക്ക് നേദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി തയ്യാറായി തന്നെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മോടൊപ്പം മലയാള സീരിയൽ രംഗത്തെ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരായ അല്ലെങ്കിൽ സുപരിചിതരായ ഒരുപാട് മുഖങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റെഫി ലിയോൺ ആയാലും എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യത്തെ പൊങ്കാലയാണല്ലേ? അതെ, ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് വരുമ്പോൾ എന്താണ് ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ എന്താണ് ഇത്ര വൈകിപ്പോയത് പൊങ്കാലയ്ക്ക്? അങ്ങനെയല്ല, ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഓരോരോ സിറ്റുവേഷനായിട്ട് ഇങ്ങനെ മാറിപ്പോയി. ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരും കൂടിയാണ് തീരുമാനമെടുത്തത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈകിപ്പോയതൊന്നുമല്ല, ഇപ്പോൾ ഒരു അനുഗ്രഹം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു സിറ്റുവേഷൻ വന്നു, അതുകൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ നേരത്തെ തന്നെ എത്തി തയ്യാറെടുപ്പുകളൊക്കെ നടത്തി 2:30 യാത്ര തുടങ്ങി. ഞങ്ങളിവിടെ ഒരു 4 മണിയായപ്പോൾ എത്തി. കണ്ടിരുന്നു പുലർച്ചെ 5 മണിക്ക് തന്നെ കല്ലിലൊക്കെ കോലം വരയ്ക്കുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആറ്റുകാലമ്മയുടെ മുന്നിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്, പൊങ്കാല ഇടാനായിട്ട് നിൽക്കുകയാണ്. എന്താണ് പ്രാർത്ഥന, അല്ലെങ്കിൽ എന്താണ് അത് നിറവേറ്റി തരുമെന്ന വിശ്വാസത്തോടെ തന്നെ? അത് എൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്, അത് ഞാൻ നിങ്ങളടുത്ത് പറയൂല. അപ്പോൾ എന്തായാലും രഹസ്യമായിട്ടിരിക്കുന്ന ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെയുള്ള എല്ലാവരുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേപോലെ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവിടെ അമ്മയുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇപ്പം സ്റ്റെഫി ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ്, അല്ലാതെ അമ്മയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ദേവിയുടെ ഈ നടയിൽ വന്ന് ചെയ്യുന്നത് ഇവിടെ എത്തി ആദ്യമായിട്ടാണല്ലോ. അപ്പം ഇവിടെ എത്തി അമ്മയുടെ സന്നിധിയിൽ പൊങ്കാല ഇടുമ്പോൾ എന്താണ് പറയാനുള്ളത്? ആ സന്തോഷം എന്താണ്? സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എന്തുമാത്രം സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇവിടെ ഈ ഒരു നടയിൽ വന്ന് ഇടാൻ പറ്റുമെന്ന്. പക്ഷേ പറ്റിയില്ല. കൃഷ്ണാൻ്റെ കാരണം ഞങ്ങൾ ഇവിടെ വന്നു. ഒരു മാസമായിട്ട് എൻ്റെ ചെവി തിന്നായിരുന്നു രണ്ടും കൂടെ. ആൻറ്റി എങ്ങനെയാ, എപ്പോഴാ കിട്ടുമോ? എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. ലക്കി എന്തായാലും നമുക്ക് നടയിൽ തന്നെ ഇടാൻ പറ്റും. അതൊരു വലിയ ഭാഗ്യമാണ്. ഇവിടെ തന്നെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ ചിന്തിച്ചു വേറെ സ്ഥലം ആയിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ ആൻറ്റിയുടെ ഒരൊറ്റ ക്രെഡിറ്റിൽ ഞങ്ങൾ ഇവിടെ വന്നു. അതാണ് എല്ലാ ഫെസിലിറ്റീസും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് വീണ ആൻറ്റി കേട്ടോ. അവിടെ ഒരു ടീം ആയിട്ട് ഞങ്ങൾ ഗ്യാങ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും അടുത്ത് ഇപ്പം നമ്മുടെ അമ്പലം നമ്മുടെ തൊട്ട് പുറകിലാണ്. ഇപ്പോൾ തെക്കുവശത്തായിട്ട് നമുക്ക് പൊങ്കാല ഇടാൻ പറ്റുന്നു. അതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ് കിടക്കുന്നത്. ഭയങ്കര ഭാഗ്യമാണ്. ഭയങ്കര സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് തുടർന്നുള്ള പൊങ്കാലകളിൽ നിറ സാന്നിധ്യമാവും? ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരും, ഉറപ്പായിട്ടും. അതുതന്നെയാണ് എല്ലാവരും പറയുന്നത്. താരങ്ങളൊക്കെ അതുതന്നെയാണ് അവരുടെ ആഗ്രഹവും. തുടർന്നുള്ള പൊങ്കാലകളിലും നിറഞ്ഞ സാന്നിധ്യമാവണം, അല്ലെങ്കിൽ എല്ലാ പൊങ്കാലയും ദേവിക്ക് മുന്നിൽ അർപ്പിക്കണമെന്ന് തന്നെയാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്.
മനസ്സോടെ എത്തുന്ന അനന്തപുരി അത് ആറ്റുകാൽ ദിനത്തിൽ മാത്രമായിരിക്കുമെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ആഗ്രഹ പൂർത്തീകരണത്തിന് അമ്മയോട് സാധിച്ചു തന്ന ആഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, അകറ്റിത്തന്ന ദുഃഖങ്ങൾക്ക് നന്ദി പറയാൻ, അങ്ങനെ ഒരേ മനസ്സോടെ എല്ലാ സ്ത്രീകളുടെ ശബരിമലയിൽ നിന്ന് ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആറ്റുകാൽ ദിനത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്. പൊങ്കാല ഇടൽ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി ഇവിടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ക്ഷേത്ര ഭാരവാഹികളടക്കമുള്ളവർ, പൊതുപ്രവർത്തകർ, മന്ത്രിമാർ എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഇനി 9:45 ശുദ്ധ പുണ്യാഹം നടക്കും. അതിനുശേഷം 10:15 പ്രധാന ശ്രീകോവിലിൽ നിന്നും വലിയ തിടപ്പള്ളിയിലേക്ക് പകരുന്ന തീ പൊങ്കാല അടുപ്പിലേക്ക് പകരുന്നതോടെ, പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ്.